പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അബിയുടെ കുഞ്ഞാണോ ചന്തുമോൾ എന്നറിയാൻ വേണ്ടിയിട്ട് DNA ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഡേവിഡിനെ നവ്യ ആശ്രയിക്കുന്നുണ്ട്. എന്നിട്ട് എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ നവ്യയോട് അവരുടെ മുടികളൊക്കെ കൊണ്ടുവരാൻ പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഡേവിഡ് പറഞ്ഞതനുസരിച്ച് ഒരാളെ പറഞ്ഞയക്കുകയും ആ സാമ്പിൾ കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നവ്യയുടെ വിശ്വാസം പിടിച്ച് പറ്റാൻ മാത്രം വേണ്ടിയായിരുന്നു, അല്ലാതെ അബിയാണ് അത് എന്നുള്ളത് ഒരിക്കലും അവർ തെളിയിച്ച് കൊടുക്കില്ല. കാരണം എൻ്റെ നാഗേന്ദ്രൻ സാറിൻ്റെ മകനാണ്, അവൻ്റെ ജീവിതം തകരാൻ ഞാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഡേവിഡ് നിൽക്കുന്നത്. പക്ഷേ നവ്യയാണെങ്കിൽ അതൊക്കെ വിശ്വസിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ വന്നതിലും അബിയല്ല അവൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞതിലും ചെറിയ സംശയം നവ്യയ്ക്ക് തോന്നാനുള്ള ഒരു കാരണം DNA റിസൾട്ട് കൊടുത്ത പാടെ തന്നെ അതിൻ്റെ റിസൾട്ട് ആ ഡേവിഡ് വിളിച്ച് അറിയിച്ചതിനാലാണ്. കാരണം DNA റിസൾട്ട് ഒരിക്കലും നേരത്തെ കിട്ടില്ല എന്നുള്ളതൊക്കെ നവ്യയ്ക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു. അങ്ങനെ ചില സംശയങ്ങളൊക്കെ തോന്നുകയാണ്. അങ്ങനെ അക്കാര്യത്തെക്കുറിച്ച് ചോദിക്കാനായിട്ട് എന്നെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് ഒരു പൈസയും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് എൻ്റെ ജീവിതം എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്നെ വിഡിയാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തെളിച്ചേ പറ്റുകയുള്ളൂ. എങ്ങനെ മണ്ടിയാക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. ഇതല്ലെങ്കിൽ വേറെ ജോലി എനിക്ക് കിട്ടും എന്നൊക്കെ തീരുമാനിച്ച് ഡേവിഡിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ നവ്യ ഓഫീസിലെത്തുന്ന സമയത്ത് ഡേവിഡ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണിൽ സംസാരിക്കുന്നത് മറ്റാരോടുമല്ല, അത് നാഗേന്ദ്രനോടായിരുന്നു. അങ്ങനെ ആ സമയത്ത് അനന്തപുരിയിലുള്ള കാര്യവും അബിയെക്കുറിച്ചുള്ള കാര്യവുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ നവ്യ ചിന്തിക്കുന്നുണ്ട്, ഈ ഡേവിഡ് സാർ ആരോടാണ് എൻ്റെ കാര്യവും അബിയുടെ കാര്യവും അതുപോലെ അനന്തപുരിക്കാരുടെ കാര്യവും സംസാരിക്കുന്നത്? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ ആരോ ഡേവിഡ് സാറിന് കൂട്ടായിട്ടുണ്ടല്ലോ. എന്തോ ഇവിടെ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി എല്ലാവരും കൂടെ എന്നെ ചതിക്കുകയാണോ എന്നുള്ളതൊക്കെ ചിന്ത വരുന്നുണ്ട്. അങ്ങനെ നവ്യ പതുക്കെ അവിടെ നിൽക്കുന്ന സമയത്താണ് അബിയുടെ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നത്. ആ നവ്യ ഇവിടെ വന്നിരുന്നു, അവൾക്ക് DNA ടെസ്റ്റ് നടത്തണം, ചന്തുമോളുടെ അച്ഛൻ അബിയാണോ എന്നുള്ളത് കണ്ടെത്തണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ അവൾക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് സാമ്പിൾ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ റിസൾട്ട് അബിയല്ല അച്ഛൻ എന്നുള്ള തെളിയിക്കുന്ന റിസൾട്ടാണ് ഞാൻ കൊടുത്തയച്ചത്. നമ്മളോട് കളിച്ചാൽ ഇങ്ങനെയല്ലേ ഇരിക്കൂ. എന്തായാലും ദൈവമായിട്ടാണ് എന്നോട് പറയാൻ തോന്നിയത്. അതുകൊണ്ടാണ് എനിക്ക് കളർ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചത്. കാരണം ഇത് യഥാർത്ഥത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അബിയുടെ കുഞ്ഞാവുമല്ലോ ചന്തുമോളെ. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ. അത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നുള്ളത് ഡേവിഡ് ഫോണിലൂടെ നാഗേന്ദ്രനോട് പറയുകയാണ്. അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് നവ്യ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ആകെ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. എന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് എന്നോട് ചതിക്കുകയാണ്. ഈ ഡേവിഡ് ആരോടാണ് ഇത്ര ഫ്രീഡത്തിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്? ഇനി ആ ഒരു ഫോൺ ചെയ്ത ആളാരാണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. ഏതായാലും ആദർശനും നയനയും ഒക്കെ പാവങ്ങളായിരുന്നു. പക്ഷെ ഞാൻ ഒരുപാട് അവരെ ഉപദ്രവിച്ചു. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അവനെ ചതിച്ചു, അവനെ ഞാൻ വെറുതെ വിടത്തില്ല എന്നുള്ളതൊക്കെ നവ്യ ഇങ്ങനെ തീരുമാനിക്കുകയാണ്.